ജുറാസിക് വേൾഡ് റീബർത്ത് ഇത്രയും ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ളൊരു സിനിമ ജുറാസിക് പാർക്ക് ഫ്രാഞ്ചൈസിയിലില്ല. അത്രയും വേസ്റ്റ് സിനിമയാണിത്. വീക്ക് എന്ന് പറഞ്ഞാൽ ലിറ്ററലി വീക്കായിട്ടുള്ള സ്ക്രിപ്റ്റ് ഒന്നുമില്ല. നമ്മൾ കുറേ സിനിമകൾ കണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു ഫ്രാഞ്ചൈസി. അതിനകത്ത് എല്ലാത്തിനകത്തും കുറച്ച് കുറച്ച് കഥ എഴുതിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചേക്കുന്നു. അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ ഇതിന് മുമ്പത്തെ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ചില ഗൂസ് ബം മൊമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ടീറക്സിനെ കാണുന്ന സമയത്ത് ജുറാസിക് വേൾഡ് ഫസ്റ്റിനകത്ത് ആ ഒരു ടീറക്സിനെ കാണിക്കുന്ന സമയത്ത് ഒരു സാധനമുണ്ട്, അല്ലെങ്കിൽ റാപ്റ്ററിനെ, ബ്ലൂ എന്ന് പറയുന്ന റാപ്റ്ററെ കാണിക്കുമ്പോൾ ഒരു സാധനം, അങ്ങനത്തെ ഒരു സീനില്ല. അങ്ങനെ ഇതിനകത്ത് ഡീറക്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എന്ത് എന്ത് തേങ്ങാക്കൊലയാണത്? എന്ത് എന്ത് സാധനമാണ് കാണിച്ചു വെച്ചിട്ട് ഇത്രയും, ഞാൻ പറയുന്നത് ഇത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു ഒരു ഡിനോസറെ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സാധനം മൊത്തത്തിൽ ഇതെടുക്കണ്ടായിരുന്നു. ഇങ്ങനെ സ്കാർലറ്റ് ജോഹാൻസനും കൂടെ എനിക്കൊന്ന് പുള്ളിക്കാരിയുടെ കരിയറിലാൻ ഒരു വേഴ്സ്റ്റ് സിനിമ ആയിരിക്കും ഇത്. എടുക്കണ്ടായിരുന്നതാണ്. ആകെ സിനിമ കണ്ടിരിക്കാനായിട്ട് സ്കാർലറ്റ് ജോഹാൻസൺ ഉണ്ടായതുകൊണ്ട് കണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ലിറ്ററലി പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ അണ്ടർ ഡെവലപ്ഡ് ക്യാരക്ടേഴ്സും ആവശ്യമില്ലാത്ത കുറേ ക്യാരക്ടേഴ്സും ആവശ്യമില്ലാത്ത കുറേ സീനുകളും ഒക്കെ കാണിച്ചിട്ടുള്ള ഇതിനകത്തൊരു ഒരു ഒരു ക്യാരക്ടറുണ്ട്, ഈ പറയുന്ന ആ ക്യാരക്ടറിൻ്റെ പേരെന്തോ, ഈ ഒരു ഫാമിലി ഉണ്ട് അതിനകത്ത്, ആ പെണ്ണിൻ്റെ ബോയ് ഫ്രണ്ട്, എനിക്ക് എന്തിനാണ് ആ ഒരു ക്യാരക്ടറൊക്കെ എന്തിനാണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. കാരണം പ്രത്യേകിച്ച് ആ ഒരു ക്യാരക്ടർ കൊണ്ട് സിനിമയിൽ പ്രത്യേകിച്ച് ഒരു വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു എന്നല്ലാണ്ട് ഒറിജിനൽ ജുറാസിക് വേൾഡ് അല്ലെങ്കിൽ ജുറാസിക് പാർക്ക് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് സാധനമൊക്കെ കയറ്റി വെച്ച് എടുത്തു വെച്ചിരുന്ന സിനിമ അതിൽ കൊള്ളൊന്നുമില്ല. നിങ്ങൾ കണ്ടു കാണുമല്ലോ, കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ളത്.